ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതെന്തപ്പോൾ സാധനം? അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. ഞാനിന്നിവിടെ കൊത്തുപൊറോട്ടയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഒരു സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു മുട്ട, പിന്നെ മല്ലിയില വേണം. പിന്നെ ഞാനിവിടെ പൊറോട്ട ചെറുതായിട്ട് കീറി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് മുട്ട നമുക്കൊന്ന് കൊത്തിപ്പൊരിച്ചെടുക്കണം. മുട്ട നമ്മൾ കൊത്തിപ്പൊരിക്കണേൽ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കണ്ട. വെളിച്ചെണ്ണ ഒഴിക്കുക, മുട്ട കൊത്തി ഒഴിക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് കൊത്തിപ്പൊരിച്ചെടുക്കാം. മുട്ട നമ്മൾ കൊത്തിപ്പൊരിച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഒത്തിരി പാത്രങ്ങളൊന്നും ആവശ്യമില്ല. ഈ ഒരു പാത്രവും മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. ഇത് മുട്ട പൊരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ആദ്യമായിട്ട് കൊത്തു പൊറോട്ട കഴിക്കണത് ആഫ്റ്റർ മാരേജ് ആട്ടാ. ബാംഗ്ലൂർ വന്നേ പിന്നെയാണ്. അവിടെ വന്നേ പിന്നെ തമിഴ് റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് കൊത്തു പൊറോട്ട. ഒരു ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സബോള, തക്കാളി, വെളുത്തുള്ളി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കനും ആഡ് ചെയ്യാം, പിന്നെ ക്യാപ്സിക്കം ഇല്ലേ, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇതൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ക്യാബേജ് ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടായുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് കൊത്തു പൊറോട്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ പച്ചക്കറിയും ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. കൊത്തു പൊറോട്ട ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മല്ലിയിലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവറൊക്കെ ആയി കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ 2 കറിവേപ്പിലയൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊരു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പൊറോട്ടയൊക്കെ തന്നെ തിന്ന് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ, ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും മല്ലിയിലയും ആണ് ഇതിൻ്റെ വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കും. 2 ടീസ്പൂണല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂൺ ചെറുതാണ് കേട്ടോ. അതിലൊരു 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പൊറോട്ട, മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊറോട്ട ചെറുതായി കീറിയിട്ടത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആ കയ്യിലിട്ട് ഇങ്ങനെ കുത്തണില്ലേ, അതൊരു ഗ്ലാസ് വെച്ച് ആണ് ഇങ്ങനെ കുത്തി ഇവരൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇത്തവണ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, പിന്നെ ഗ്യാസ് സ്റ്റൗമ്മ വെച്ചാണ് ചെയ്യണത്. നമ്മളിങ്ങനെ ഇട്ട് കുത്തി സൗണ്ട് കേൾപ്പിക്കുമ്പോൾ താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ താഴേക്ക് ഭയങ്കരമായിട്ട് കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത പൊറോട്ടയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തി പൊരിച്ച് വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാനും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർക്കണത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലായിരിക്കും. അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊന്ന് മൂടി വെച്ചായിരുന്നു കേട്ടോ. ഒരു 2 മിനിറ്റ് മൂടി വെച്ചു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പൊറോട്ടയൊക്കെ ഒന്ന് സ്മൂത്താകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂടി വെച്ചത്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എരിവ് കുറച്ച് പോരാന്ന് തോന്നിയപ്പോൾ കുരുമുളക് പൊടി കുറച്ചും കൂടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്.
ഇൻഗ്രീഡിയൻ്റായിട്ട് തന്നെ ഫ്ലേവറിന് ചേർക്കണ സാധനം ഇതുവരെയായിട്ട് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അത് നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് വിതറി ഇടണം കേട്ടോ. ഒരു സ്ഥലത്ത് കൂടി കിടക്കരുത്. വിതറി എല്ലായിടത്തേക്കും ഫ്ലേവർ ചെല്ലാൻ പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. മൂടി വയ്ക്കാൻ പോവാണ്. ഒരു മിനിറ്റ് വേണ്ട, 2 സെക്കൻഡ് ആയാലും മൂടി വെച്ചു. ഇപ്പോൾ തുറന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത് നിൽക്കാൻ പാടില്ല, ഒരു രക്ഷയില്ല. മല്ലിയിലയുടെ ഫ്ലേവർ അങ്ങോട്ട് വന്നിട്ട് നമുക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം. അപ്പോൾ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെയും ബൈ.